ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടറോ സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെമ്മീൻ പൊരി എന്ന് പറയുന്ന ഒരു ഡിഷാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി കുറച്ച് ചെമ്മീൻ നമ്മൾ വാല് നിലനിർത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി മുക്കി പൊരിക്കാനൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിലോട്ടായിട്ട് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം നമ്മൾ ചേർക്കുകയാണ്. ഉപ്പും ചേർത്തിട്ടുണ്ട്. ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുവഴി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് ഈ മാരിനേഷൻ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒന്ന് കുറുകെ കലക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ചേർക്കണം. കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാലാണ് നല്ലതായിട്ട് കോട്ടിങ് അതിൻ്റെ മുകളിൽ പിടിച്ച് കിട്ടത്തുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മൈദയും കൂടി ചേർത്ത് കട്ട കെട്ടാതെ ഉപ്പും കുറച്ച് ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാരണം ചെമ്മീനിലോട്ട് നമ്മൾ കുറച്ച് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പേ ഒന്ന് പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ കട്ടിക്ക് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്ത ശേഷം മുക്കി പൊരിച്ചെടുക്കാം. നമുക്ക് ഓരോന്നും നന്നായി വറുത്ത് കോരിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു ഡെക്കറേഷനായിട്ട് എടുക്കാം. കൂടാതെ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങുന്ന നല്ല ടേസ്റ്റാണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു സ്നാക്കും സ്റ്റാർട്ടറൊക്കെയാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ലൊരു വിഭവം തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.